യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സങ്കീർത്തനങ്ങളാകുന്ന സങ്കേതമെന്ന ഈ പരിപാടിയിലേക്ക് എന്നെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനമറിയിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് സങ്കീർത്തനം 2. സങ്കീർത്തനം 2-ൽ കർത്താവിൻ്റെ അഭിഷിക്തനെ കുറിച്ചാണ് പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാവരും കർത്താവിൻ്റെ അഭിഷിക്തരാണ്. കർത്താവിൻ്റെ രാജകീയ പുരോഹിത ഗണമാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് ബലി അർപ്പിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും പുരോഹിതരാണ്, എല്ലാവരും കർത്താവിൻ്റെ അഭിഷിക്തരാണ്. ഇനി നമുക്ക് സങ്കീർത്തന ഭാഗത്തിലേക്ക് കിടക്കാം. ജനതകൾ ഇളകിമറിയുന്നതെന്തിന്? ജനങ്ങളെന്തിന് വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു. ഭരണാധിപന്മാർ കൂടിയാലോചിക്കുന്നു. അവർ വച്ച വിലങ്ങുകൾ തകർക്കാം, അവരുടെ ചങ്ങല പൊട്ടിച്ച് മോചനം നേടാം. സ്വർഗത്തിലിരിക്കുന്നവൻ അത് കേട്ട് ചിരിക്കുന്നു. കർത്താവ് അവരെ പരിഹസിക്കുന്നു. അവിടുന്ന് അവരോട് കോപത്തോടെ സംസാരിക്കും, ക്രോധത്തോടെ അവരെ സംഭീതരാക്കും. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എൻ്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അരുൾ ചെയ്തു. കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും. അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഇരുമ്പ് തണ്ടുകൊണ്ട് നീ അവരെ തകർക്കും. മൺപാത്രത്തെ എന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും. രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കുവിൻ, ഭൂമിയുടെ അധിപന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ. അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയും ചെയ്യും. അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു. കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ സങ്കീർത്തനത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനം എന്ന് പറഞ്ഞാൽ 8-ാമത്തെ വചനമാണ്. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഒരു പ്രസിദ്ധ സുവിശേഷ പ്രാസംഗികൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും ഈ വചനത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കും. തൽഫലമായി അദ്ദേഹത്തിന് ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും സന്ദർശിക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും അനേകായിരം ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും സാധിച്ചു. വളരെ ശക്തമായൊരു വചനമാണിത്. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. നമുക്കൊരു വേൾഡ് സിറ്റിസൺഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. രാജ്യത്തിൻ്റെ അതിർവരമ്പുകളൊന്നും അവർക്കൊരു പ്രശ്നമാകുകയില്ല. എല്ലാ വിസാ തടസ്സങ്ങളും ഈ വചനം ആവർത്തിച്ച് ചൊല്ലിയാൽ മാറിപ്പോകുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ യേശുവിൻ്റെ നാമത്തിൽ വന്ദനം നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ദിവസത്തെ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.